അമേരിക്കയുടെ അധിക തീരുവ നയത്തിൽ വലഞ്ഞ സംസ്ഥാനത്തെ ചെമ്മീൻ കർഷകർ. പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്ന തൃശൂർ കൊടുങ്ങല്ലൂരിലെ കർഷകരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഉൽപ്പന്നത്തിന് വിലയിടിഞ്ഞതിനൊപ്പം വിൽപ്പനയിലും പ്രശ്നങ്ങൾ നേരിട്ടു തുടങ്ങിയതോടെ വിപണി കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണ് കർഷകരിൽ ഏറെ പേരും. അമേരിക്കയുടെ അധിക തീരുവ കേരളത്തിനെയും കാര്യമായി തന്നെ ബാധിച്ചു തുടങ്ങി. റബ്ബർ മേഖലയിലും ചെമ്മീൻ കയറ്റുമതി മേഖലയിലുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ. റബ്ബർ കർഷകർക്ക് എത്ര നാൾ വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ അതിന് സാധിക്കാത്ത ചെമ്മീൻ കർഷകർ നേരിടുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല. സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നത് വനാമി ചെമ്മീൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ വനാമി കൃഷി ചെയ്യുന്നത്. നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു 50% കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അധിക തീരുവ നയം നടപ്പിലായതോടെ ചെമ്മീൻ കയറ്റുമതി രംഗത്ത് വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ചെമ്മീനിന് വിലയിടിഞ്ഞു. വിദേശ വിപണി ലക്ഷ്യമാക്കി നടത്തുന്ന വനാമി ചെമ്മീൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തൃശൂരിലെ കൊടുങ്ങല്ലൂരിലാണ്. കയറ്റുമതിക്ക് തടസ്സമുണ്ടായതോടെ മേഖലയിലെ കർഷകരാകെ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഭാരിച്ച ചെലവായിട്ടാണ് വരുന്നത് എല്ലാ കാര്യത്തിലും. ഇതൊക്കെ 60 ദിവസം കഴിഞ്ഞാലേ ഇതിനൊരു ധൈര്യം കിട്ടുള്ളൂ. ഈ 60 ദിവസം മുതൽ 130 ദിവസം 140 ദിവസം വരെ വരുമ്പോഴേക്കും നമുക്ക് ഭാരിച്ച ചെലവ് വരികയാണ്. ആ ചെലവിനനുസരിച്ചുള്ള ഒരു ഇൻകം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് വനാമി ചെമ്മീൻ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കർഷകർക്ക് കനത്ത തിരിച്ചടിയായി മാറിയ വൈറ്റ് സ്പോട്ട് വൈറസ് ബാധയിൽ നിന്നും മേഖലയാകെ പിടിച്ചു കയറിയിട്ട് മാസങ്ങൾ മാത്രമാണ് ആകുന്നത്. ഇതിനിടെയാണ് വിപണിയെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ തീരുവ പ്രശ്നം ഉടലെടുത്തത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ തടസ്സമുണ്ടായെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ നേരിയ വർധനമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ആനുകൂല്യം കൃഷി ചെയ്യുന്നവരിലേക്ക് എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിപണിയിലെ പ്രതിസന്ധി ചെമ്മീൻ മേഖലയെ ആകെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കൊടുങ്ങല്ലൂരിലെ ഭൂരിഭാഗം കർഷകരും. ന്യൂസ് മലയാളം, തൃശൂർ.